എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗോപിക, സൈക്കോളജി കൗൺസിലർ. ഓവർ തിങ്കിങ് എന്നത് നമ്മളിൽ എല്ലാവരിലും ഉണ്ട് ഓവർ തിങ്കിങ്. ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളിങ്ങനെ ആവർത്തിച്ച് ചിന്തിച്ച് കൂട്ടുന്നു. എന്നാൽ എപ്പോഴാണ് ഓവർ തിങ്കിങ് ഒരു നെഗറ്റീവായിട്ട് നമ്മുടെ ശരീരത്തെ, നമ്മുടെ ബ്രെയിനിനെ ഒക്കെ ബാധിക്കുന്നത്? നമ്മളിൽ എല്ലാവരിലും ഉണ്ട് ഓവർ തിങ്കിങ് എന്ന ഒരു കൺസെപ്റ്റ്. അപ്പം നമ്മൾ പ്രധാനമായിട്ടും 5 phases ഓഫ് ഓവർ തിങ്കേഴ്സ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിലേതാണ് നമ്മളെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ ഹൗ ടു സോൾവ് ദാറ്റ് പർട്ടിക്കുലർ പ്രോബ്ലം, എങ്ങനെ നമുക്ക് ആ ഓവർ തിങ്കിങ് എന്നതൊരു നെഗറ്റീവായിട്ട് മാറാതെ എങ്ങനെ പോസിറ്റീവ് ആക്കാം. ഓവർ തിങ്കിങ് ഒരിക്കലും നെഗറ്റീവ് മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു കാര്യത്തെക്കുറിച്ച് അമിതമായി ചിന്തിക്കുന്നതാണ് ഓവർ തിങ്കിങ്. പക്ഷെ അത് പോസിറ്റീവായിട്ടും ബാധിക്കാം. എങ്ങനെ നമുക്കത് പോസിറ്റീവാക്കി മാറ്റാം? 5 stages ഓഫ് ഓവർ തിങ്കിങ്, അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം പറയുന്നത് മാക്സിമൈസർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിരിക്കും അവരിൽ. അതായത് എല്ലാം എനിക്ക് ഏറ്റവും വെരി ബെസ്റ്റ് വേണം, ബെസ്റ്റ് ജോബ്, ബെസ്റ്റ് കരിയർ, ബെസ്റ്റ് പാർട്ട്ണർ, ബെസ്റ്റ് ഫ്രണ്ട്, അങ്ങനെ എല്ലാത്തിലും ഏറ്റവും വെരി ബെസ്റ്റ് വേണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടരാണ് ഇത്തരക്കാര്. അവർ എത്ര ചെയ്തു കഴിഞ്ഞാലും ഇനിയും നന്നാക്കണം എന്നുള്ള ഒരു ചിന്ത കൊണ്ട് അതിങ്ങനെ ഓവർലോഡായി അതിനു വേണ്ടി എന്താ പറയുക, വെരി വെരി ഹാർഡ് വർക്ക് ചെയ്യുന്ന കൂട്ടരായിരിക്കും ഇവര്. എന്നാൽ അവര് അത്രമാത്രം ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരിക്കില്ല, അല്ലാതെ തന്നെ അത് സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എങ്കിലും ഇങ്ങനെ എല്ലാം വെരി ബെസ്റ്റ് വേണമെന്ന് പറഞ്ഞ ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡോടുകൂടി എല്ലാത്തിനെയും കാണുന്ന ചിന്താഗതിക്കാരായിരിക്കും ഇവര്. അത് ഫീല് ചെയ്യുന്നത് ഇങ്ങനെ മാക്സിമൈസർ ആണ് ഞാനെന്ന് നമുക്ക് ഫീല് ചെയ്യുന്നത്. അവര് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യും, വളരെ മൈന്യൂട്ട് കാര്യങ്ങൾ പോലും പ്ലാൻ ചെയ്യും. അതേപോലെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യും. അങ്ങനെ ഡിസിഷൻ എടുക്കാൻ ഇത്തരക്കാർ വളരെ സ്ലോ ആയിരിക്കും ഉണ്ടായിരിക്കുക. കമ്പാരിസണും പ്ലാനും ഒക്കെ വളരെ കേമായിട്ട് നടത്തുമെങ്കിലും ഒരു കാര്യം ഡിസൈഡ് ചെയ്യാൻ വേണ്ടി അവർ വളരെയധികം ബുദ്ധിമുട്ടുന്നത് കാണാം. എങ്ങനെയാണ് നമുക്ക് ഇത്തരം സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നതാണ്. അത് ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സെറ്റ് ടൈം ബോക്സ്ഡ് ഡിസിഷൻ ലിമിറ്റ്സ് എടുക്കുക. അതായത് ഞാൻ ഈ ഒരു കാര്യം ഇന്ന ദിവസം ഡിസൈഡ് ചെയ്യും, ഇന്ന ദിവസം ഞാൻ അതിലൊരു തീരുമാനം എടുക്കും എന്ന് നമ്മളുടെ മനസ്സിനോട് തന്നെ പറഞ്ഞ് ചെയ്യുക. ആ കാര്യം ആ പറഞ്ഞ ഡേറ്റിൽ തന്നെ, പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ ആ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ, ഫിനിഷ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. 2, പ്രാക്ടീസ് ദ ഗുഡ് ഇനഫ് മെത്തേഡ്. അതായത് ഞാൻ ചെയ്യുന്നത് ഗുഡ് ഇനഫ് തന്നെയാണ്, അതായത് ഞാൻ എൻ്റെ ലെവൽ ബെസ്റ്റ് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനോട് തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അതിൽ ഞാൻ ഓക്കെ ആണ് എന്ന് നമ്മുടെ മനസ്സിനോട് തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. 3ാമതായിട്ട് ആസ്ക് യുവർ സെൽഫ്. നമ്മളോട് തന്നെ ചോദിക്കുക, am I trying to be the perfect? ആണ്. അതായത് ഞാൻ ശരിയാണോ തെറ്റാണോ ചെയ്യുന്നത്? ഞാൻ എൻ്റെ ലെവൽ ബെസ്റ്റ് നോളജ് വെച്ചിട്ട് തന്നെയല്ലേ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇനി കൂടുതൽ ചിന്തിക്കേണ്ടതില്ല എന്ന് നമ്മൾ സ്വയം വിലയിരുത്തുക. ഇനി 2ാമത്തെ വിഭാഗത്തിൽപ്പെട്ട ആളാണ് ദ ഹൈലി ഡിസ്ട്രാക്റ്റബിൾ ഓവർ തിങ്കേഴ്സ്. അവർ ഒന്നിലും ഇങ്ങനെ ഉറച്ചു നിൽക്കാതെ എപ്പോഴും ജമ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അവരുടെ ചിന്ത ഇങ്ങനെ ജമ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒന്ന് വേറൊന്ന് അങ്ങനെ ചാടി ഇങ്ങനെ പോകും. എവിടെയും അവർ സ്റ്റെക്കായിട്ട് നിൽക്കില്ല, എവിടെയും അവരൊരു സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കാൻ കഴിയില്ല. ഒരു സ്റ്റാറ്റിക് ഡിസിഷൻ അവർക്ക് എടുക്കാൻ കഴിയില്ല. ഒരു കാര്യത്തെക്കുറിച്ച് അവർ ചിന്തിക്കുകയാണെങ്കിൽ അവർ വേറൊരാളൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അത് മാറ്റി ചിന്തിക്കും. അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാത്ത വിഭാഗക്കാരെയാണ് നമ്മളിങ്ങനെ ഹൈലി ഡിസ്ട്രാക്റ്റബിൾ ഓവർ തിങ്കേഴ്സ് എന്ന് പറയുക. ADHD ട്രെയ്റ്റ്സ് ഉള്ളവരും അമിതമായ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് വേവലാതിപ്പെടുന്നവരുമായിരിക്കും ഇത്തരക്കാരുണ്ടായിരിക്കുക. 2003 ഫ്രണ്ടേഴ്സിന്റെ സ്റ്റഡി പ്രകാരം പറയുന്നത് ഇവർക്ക് ആങ്സൈറ്റി, അതേപോലെ അമിതമായി ചിന്തിച്ച് മൈൻഡും ബോഡിയും ഒക്കെ ഒരു റെസ്റ്റ്ലെസ് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്. എപ്പോഴും ഇങ്ങനെ വളരെ എന്താ പറയുക, ഡീപ്പായി ചിന്തിച്ച് ഗൗരവമായി ഒന്നും ഒരു റിലാക്സിങ് സിറ്റുവേഷനിലൂടെ ആയിരിക്കില്ല അവരുടെ ലൈഫ് എപ്പോഴും പോകുന്നത്. ദേ ആർ ഓൾവേസ് ബിസി ബട്ട് നോട്ട് പ്രൊഡക്റ്റീവ്. എപ്പോഴും അവരിങ്ങനെ അവരുടെ മൈൻഡും ബോഡിയും ഒക്കെ ബിസി ആയിരിക്കും. എന്നാൽ ആ ബിസിയായ കാര്യം ചെയ്യുന്നത് പ്രൊഡക്റ്റീവായ ഒരു കാര്യത്തിന് വേണ്ടി ഒരിക്കലും ആയിരിക്കില്ല. അപ്പോൾ അത്തരക്കാര് നമുക്കിടയിലുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും?
അപ്പം അങ്ങനെയാണ് നമ്മൾ ആ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ, അങ്ങനെ ചിന്തിക്കുന്നവരാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ, ഒരു 5 minutes സ്റ്റാർട്ട് റൂൾ എന്ന് പറയുന്ന ഒരു 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 ഐഡിയ നമ്മൾ അവിടെ യൂസ് ചെയ്യുക. അതായത് ഞാൻ ഇന്ന ഒരു കാര്യം ചെയ്യാൻ, ഇന്ന ഒരു ഡിസിഷൻ എടുക്കാൻ ഞാൻ ഇത്ര സമയമേ എടുക്കുകയുള്ളൂ, ഇതിൻ്റെ ഉള്ളിൽ ഞാനിത് തീർക്കും. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ വരികയാണെങ്കിൽ തന്നെ ഞാനത് എൻ്റെ മൈൻഡ് ഡിസ്ട്രാക്ട് ചെയ്യപ്പെടില്ല എന്ന് സ്വയം മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇന്ന സമയപരിധിക്കുള്ളിൽ ഞാനത് തീർക്കും. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക. ഡിസ്ട്രാക്ഷൻ വരുമ്പോൾ ബ്രെഡ് വർക്ക് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ആ മൈൻഡ് ഡൈവേർട്ടായി പോകുന്നത് ബോധപൂർവം നമ്മൾ തന്നെ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോരുക. ദെൻ മൂന്നാമത്തെ വിഭാഗക്കാരാണ് റുമിനേറ്റർ എന്ന് പറയുന്നത്. ഈ റുമിനേറ്റേഴ്സിനെ നമ്മൾ പറയുന്നത് ദ പാസ്റ്റ് റീപ്ലയേഴ്സ് എന്നും പറയും. എന്താണ് അങ്ങനെ പറയുന്നത്? പാസ്റ്റ് സംഭവിച്ച കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് അത് എൻ്റെ തെറ്റുകൊണ്ടാണോ അങ്ങനെ സംഭവിച്ചത്, അന്ന് എനിക്ക് അങ്ങനെ ഒരു തെറ്റ് ചെയ്തു പോയത് അല്ലെങ്കിൽ തെറ്റ് പറ്റിപ്പോയത് എൻ്റെ മാത്രം തെറ്റുകൊണ്ടാണോ എന്നൊക്കെ ചിന്തിച്ച് വല്ലാതെ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്ത് അതുമ്മ തന്നെ ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്ന, നമ്മളൊരു കാര്യം കഴിഞ്ഞു പോയി, അതിനെക്കുറിച്ച് നമ്മളിനി ആലോചിച്ചിട്ട് കാര്യമില്ല. അത്തരം ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളിനി അത് ഒന്നും കൂടെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. ഇത്തരക്കാർ അങ്ങനെയല്ല, കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ച് വേവലാതിപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക. വേറെ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളിലായിരിക്കില്ല അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ദേ ഓൺലി കോൺസെൻട്രേറ്റഡ് ഓൺ ദ പാസ്റ്റ് ഇൻസിഡൻസ്. അങ്ങനെ വരുമ്പോൾ ഒരു തെറ്റായ കാര്യം ഞാൻ ചെയ്തു പോയോ എന്ന് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സാകെ ഡിപ്രസ്ഡ് ആവും. ഒരു ഷെയിം. സൂസൻ നോളന്റെ പഠനത്തിൽ പറയുന്നത് ഇത്തരക്കാരിൽ വിഷാദ രോഗം ഉണ്ടായിരിക്കും, അതേപോലെ ഒരു ഷെയിം, എല്ലാത്തിനോടും ഒരു ലജ്ജ ഉണ്ടായിരിക്കും, ഒരു റിഗ്രറ്റ് ഫീലിംഗ്. എല്ലാം നമ്മുടെ ലൈഫ് തന്നെ ഒരു പശ്ചാത്താപമായി തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എത്രത്തോളം സന്തോഷകരമായിരിക്കും എന്ന് നമുക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം, അല്ലേ? അപ്പൊ അത്തരക്കാര് അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു റിസ്കി സിറ്റുവേഷൻ നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ എക്സ്പ്രസീവായി ജേർണലിസം യൂസ് ചെയ്യാം. അതായത് നമ്മളുടെ ലൈഫിലുണ്ടായ കാര്യങ്ങളെല്ലാം നമ്മൾ ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മളത് അന്നന്ന് അനുഭവങ്ങൾ ജേർണലൈസ് ചെയ്യുമ്പോൾ അതിൽ ഓരോ അനുഭവങ്ങളിലും ഇന്ന് എനിക്ക് എന്താണ് ഓഫീസിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ ബോസ് എന്തിനാണ് എന്നെ വഴക്ക് പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ വർക്ക് അപ്ഡേറ്റ് ചെയ്തില്ല, അപ്പോൾ ഈ അപ്ഡേറ്റ് ചെയ്യാത്തതിൻ്റെ കാരണം എൻ്റെ മാത്രം തെറ്റുകൊണ്ടാണോ അതോ മറ്റാരെങ്കിലും അതിൽ ഭാഗമുണ്ടോ എന്ന് നമ്മൾ സ്വയം വിലയിരുത്തുക. ഇനി എൻ്റെ മാത്രം തെറ്റുകൊണ്ടാണ് എനിക്ക് ഇന്ന് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നത് എങ്കിൽ എൻ്റെ ലൈഫിലായിരിക്കും ഒരു പക്ഷേ, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണലായിരിക്കാം, അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിലായിരിക്കാം വന്നത് എങ്കിൽ ഞാനത് ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് നമുക്ക് സ്വയം ഒന്ന് ഡിസൈഡ് ചെയ്യുക ബിഫോർ ഗോയിങ് ടു ബാറ്റ്. ദെൻ ഫോർത്ത് വൺ വെറിയേഴ്സ് എന്ന് പറയുന്ന വിഭാഗക്കാരാണ്. ഇവരെ നമ്മൾ പറയുന്ന ഫ്യൂച്ചർ ഫിയറേഴ്സ് എന്നാണ്. ഭാവിയെക്കുറിച്ച് ആലോചിച്ച് ഒരുപാട് ടെൻഷൻ അടിക്കുന്ന വിഭാഗക്കാരാണ് ഈ ഫ്യൂച്ചർ ഫിയറേഴ്സ് എന്ന് പറഞ്ഞാൽ. അവര് ദേ ലിവ് ഇൻ ദ ലിമിറ്റ് ഓഫ് വാട്ട് ഇഫ് എന്നതിൽ മാത്രമാണ് അവർ. വാട്ട് ഇഫ് എന്നതിൽ മാത്രമാണ് നാളെ എന്തായിരിക്കും ഉണ്ടായിരിക്കുക, എങ്ങനെ സംഭവിക്കും, നാളത്തെ ദിവസം എനിക്ക് വേസ്റ്റസ്റ്റ് ആവുമോ എന്ന്. അതായത് എല്ലാം ഒരു നെഗറ്റീവില്, നാളത്തെ ദിവസം എനിക്ക് നന്നാവുമോ എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ നമുക്കത് പോസിറ്റീവായി എടുക്കാം. നോ, നാളത്തെ ദിവസം വേസ്റ്റ് ആയിരിക്കുമോ, എനിക്ക് ഏറ്റവും മോശമായിരിക്കുമോ എന്ന്. കുട്ടികളിലാണെങ്കിൽ നാളെ എന്നെ ടീച്ചർ കയറി വഴക്ക് പറയുമോ, അല്ലെങ്കിൽ ടീച്ചർ അടിക്കുമോ, അല്ലെങ്കിൽ പ്രിൻസിപ്പൾ എന്നെ വിളിക്കുമോ, പ്രിൻസിപ്പളുടെ റൂമിലോട്ട് വിളിക്കുമോ എന്നൊക്കെയുള്ള പേടി. ഇനി ഓഫീസിലാണെങ്കിൽ നമ്മുടെ മാനേജർ നമ്മളെ വഴക്ക് പറയുമോ, അല്ലെങ്കിൽ നമ്മുടെ ബോസ് എന്തെങ്കിലും പറയുമോ, ഞാൻ എൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തില്ലേ, ഞാനത് അപ്ലോഡ് ചെയ്തില്ലേ എന്നൊക്കെയുള്ള ഒരു വേസ്റ്റസ്റ്റ് സിറ്റുവേഷനിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുന്ന അവസ്ഥയുള്ളവരെയാണ് നമ്മൾ വെറിയേഴ്സ് എന്ന് പറയുന്നത്. ഇവര് ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ ഉള്ള ആളുകളായിരിക്കും ഇവർ പ്രധാനമായിട്ടും ഉണ്ടായിരിക്കുക. അവർക്ക് ഡിസിഷൻ എടുക്കാൻ ഒന്നിലും ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയില്ല എന്നല്ല, അവർക്ക് ഒരുപാട് സമയം എടുക്കും ഡിസിഷൻ എടുക്കാൻ വേണ്ടി. എന്നിട്ട് അത് ശരിയാവുമോ, ഞാനിപ്പോൾ ഇങ്ങനെ തീരുമാനിച്ചാൽ ശരിയാവുമോ എന്ന് ചിന്തിച്ച് അതിൻ്റെ ടൈമൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു കോഴ്സിന് നമ്മൾ അപ്ലൈ ചെയ്യാണ്, അപ്പോൾ ആ കോഴ്സിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ അന്വേഷിച്ച് പോയി.
എന്ന് കഴിഞ്ഞാലും നമ്മൾ ആ കോഴ്സ് എടുക്കുമ്പോൾ ഇനി ഞാനിത് എനിക്ക് പഠിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെയാണ് ഉണ്ടാവാൻ പോകുന്നത് എന്ന് ആലോചിച്ച് നമ്മൾ ഇങ്ങനെ വെറുതെ നിരന്തരം ഇങ്ങനെ ആലോചിച്ച് ലാഗ് ചെയ്തു പോകുന്നു. എന്നാൽ അത് ഡിസിഷൻ എടുക്കണം. നമ്മൾ കോഴ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ടൈം കഴിയുന്നതിന് മുമ്പ് നമ്മൾ അത് അപ്ലൈ ചെയ്തിരിക്കണം, സെലക്ട് ചെയ്തിരിക്കണം. അത് ചെയ്യാതെ ഇങ്ങനെ നീണ്ടുപോയി അവസരങ്ങൾ നഷ്ടപ്പെടുന്നു. ഒരു ജോബിന് അപ്ലൈ ചെയ്യുകയാണെങ്കിലും അങ്ങനെ തന്നെ. ഞാനിവിടെ ക്ലിക്ക് ചെയ്യണോ ചെയ്യണ്ടയോ എന്നിങ്ങനെ തീരുമ്പോഴേക്കും അതിൻ്റെ ഡേറ്റ് ടൈം ഔട്ട് ആയി പോയിട്ടുണ്ടാവും. അപ്പോൾ അത്തരം ആളുകളാണ് ഉള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ദ ഒപ്പോസിഷൻ മെത്തേഡ്. ചെറിയ ഡിസിഷൻസ്, അതായത് ഇനിയിപ്പോൾ ആ ഡിസിഷൻ തെറ്റിപ്പോയാലും എൻ്റെ ലൈഫൊന്നും കൊളാപ്സ് ആയി പോവില്ല എന്ന് തോന്നുന്ന ചെറിയ ഡിസിഷൻസ് സ്വയം എടുത്ത് പഠിക്കുക. അങ്ങനെ ചെറിയ ഡിസിഷൻസ് എടുക്കുമ്പോൾ ക്രമേണ അത് നമുക്കൊരു പ്രാക്ടീസ് ആയിട്ട് പോകും. നന്നായി ജീവിതത്തെ എപ്പോഴും നമ്മൾ എന്തായി കാണുക, നന്നായിട്ട് ജീവിതം നന്നായി മുന്നോട്ട് പോകണം എന്ന് നമ്മൾ ചിന്തിക്കുക. എൻ്റെ ജീവിതം നന്നായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ മനസ്സിൽ ചിന്തിക്കുക. ഇത്രയാണ് നമ്മൾ ഇത്തരക്കാരിൽ ചെയ്യേണ്ടത്. ഇനി 5ാമത്തെ വിഭാഗത്തിൽപ്പെട്ടവരാണ് പെസിമിസ്റ്റ് എന്ന് പറയും. നമ്മൾ ബി ഒപ്റ്റിമൈസ് എന്നെപ്പോഴും പറയാറുണ്ട് അല്ലേ, ശുഭാപ്തി വിശ്വാസമായിരിക്കുക. പക്ഷെ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ് ബി പെസിമിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് എൻ്റെ നശിച്ചു, എൻ്റെ ലൈഫ് തന്നെ തകർന്നു, കോളമായി, എനിക്ക് ഒന്നും ഇനി ശരിയാവില്ല, ഞാനിനി ഒന്നും ചെയ്താൽ ശരിയാവില്ല എന്ന് ചിന്തിച്ച് അങ്ങനെ ഡിപ്രസ്ഡ് ആവുന്ന ആളുകളാണ് പെസിമിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പം നമ്മളിനി അത്തരക്കാരാണ് എങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജി റിവ്യൂ 2024 പഠനമനുസരിച്ച് പറയുന്നത് ഇങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളിൽ കോർട്ടിസോളിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഇവരിൽ റിലേഷൻഷിപ്പൊക്കെ വളരെ പെട്ടെന്ന് ബേൺ ഔട്ട് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബോണ്ട് കീപ്പ് ചെയ്യാൻ ഇവർക്ക് ഒരിക്കലും കഴിയില്ല. എൻ്റെ തെറ്റുകൊണ്ട് എന്നെ ഒരു ഫാമിലി ലൈഫാണെങ്കിൽ എന്നെ എൻ്റെ പാർട്ട്ണർ സഹിക്കുമായിരിക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. അല്ലെങ്കിൽ എൻ്റെ ഈ സ്വഭാവങ്ങളൊക്കെ അത് അയാൾക്ക് പറ്റുന്നുണ്ടായിരിക്കുമോ? ഇനി അല്ല, ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ എനിക്ക് ഈ ഫ്രണ്ട്ഷിപ്പുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ഓക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, സോ ഐ ആം ക്വിറ്റ് ഫ്രം ദാറ്റ് എന്ന് നമ്മൾ ചിന്തിക്കുന്ന, അതായത് എല്ലാം ഇങ്ങനെ എൻ്റെ തെറ്റുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ഞാൻ എൻ്റെ ലൈഫ് ഓക്കെ ഇങ്ങനെ ഡിസിഷൻ എടുക്കാൻ കഴിയാത്തത് കൊണ്ട് ലൈഫൊക്കെ ഓക്കെ അല്ല, ഇതിലേക്ക് ഞാൻ വേറൊരാളെയും വലിച്ചു കയറ്റുന്നില്ല, എൻ്റെ ലൈഫേ ഇങ്ങനെയായി, ഇനി എൻ്റെ കൂടെയുള്ളവർക്കും ഇങ്ങനെ വരണ്ട എന്ന് പറഞ്ഞ ഒരു ഏകാന്തമായി എല്ലാത്തിൽ നിന്നും ഒരു ഐസൊലേറ്റ് ചെയ്തു പോകുന്ന വിഭാഗക്കാരാണ് പെസിമിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഒന്നിനെ കുറിച്ചും ഒരു പോസിറ്റീവ് വൈബ് അവരിൽ ഉണ്ടായിരിക്കില്ല, എല്ലാം നെഗറ്റീവ്. ചില ആളുകൾ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ കേട്ടിട്ടില്ലേ, അതിലെ നല്ല കാര്യങ്ങളല്ല അവർ അബ്സോർബ് ചെയ്യുന്നത്, പെട്ടെന്ന് അതിൻ്റെ നെഗറ്റീവ് പറയും. ഇങ്ങനെ അയാൾ എന്തായിരിക്കും എന്ന് നെഗറ്റീവ് പറയുന്ന ഒരു വിഭാഗം ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പം അങ്ങനെ നെഗറ്റീവുകൾ മാത്രം പറഞ്ഞ് അവരുടെ ലൈഫ് തന്നെ ഒരു നെഗറ്റീവ് മൂഡിലോട്ട് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ അവരുടെ പ്രൊഡക്റ്റീവായ യാതൊരു കാര്യവും അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയാതെ വരുന്നു. അത് അവരുടെ എല്ലാ തരത്തിലുള്ള ലൈഫിനെയും ബാധിക്കുന്നു. അവർക്ക് ലൈഫ് തന്നെ ഒരു ഹോപ്പ്ലെസ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യും. ആകെ ക്ഷീണം, പെയിന്, ലൈഫ് ഒരു ബോറിംഗ് ആയിട്ടൊക്കെ അവർക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇവർ ചെയ്യേണ്ടത് ഇന്നത്തെ ദിവസം നന്നായിട്ട് പോയി എന്ന് നമ്മൾ ചിന്തിക്കുക. ഇന്ന് നൈറ്റ് ഞാൻ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഇന്ന് എനിക്കൊരു ദിവസം കിട്ടിയല്ലോ, ഗോഡ് നമുക്കൊരു ദിവസം കൂടെ എക്സ്ട്രാ തന്നു, അപ്പൊ ഇന്ന് ഞാൻ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു, നന്നായിട്ട് ഞാൻ ഇന്ന് പോയി, ഇന്ന് പറ്റിയ ചെറിയ തെറ്റുകൾ ഞാൻ നാളെ തിരുത്താൻ ശ്രമിക്കും എന്ന് സ്വയം മനസ്സിലാക്കി അങ്ങനെ ചെറിയ നമ്മുടെ തെറ്റുകളൊക്കെ സ്വയം തിരുത്തി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഇത്തരക്കാരിൽ സ്വയം സോൾവ് ചെയ്യാൻ ചില സന്ദർഭങ്ങളിൽ നമുക്ക് കഴിയാതെ വരും. അപ്പോൾ ഒരു തെറപ്പിസ്റ്റിനോയോ അല്ലെങ്കിൽ ഒരാളോട് നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരവസ്ഥയിലേക്കോ കാര്യങ്ങൾ നമ്മൾ നീക്കേണ്ടി വരും. അങ്ങനെ ഒരു സെൽഫ് സപ്പോർട്ടിംഗ് സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ഒരു വലിയ ഇഷ്യൂയോ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു വലിയ അസുഖമോ ഒന്നുമല്ല. ഓവർ തിങ്കിങ് എല്ലാവർക്കും നല്ലതാണ്, പക്ഷെ അത് പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ ഓവർ തിങ്ക് ചെയ്യുമ്പോഴേ അത് നമ്മുടെ ലൈഫിനെ പോസിറ്റീവായിട്ട് ബാധിക്കുകയുള്ളൂ. ഇനി ഓവർ തിങ്ക് ചെയ്ത് നമ്മുടെ ലൈഫ് തന്നെ ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോവാതെ പോസിറ്റീവായിട്ട് നമ്മളൊരു കാര്യത്തെ ചിന്തിച്ച് വിലയിരുത്തി അതിൻ്റെ നല്ല വശങ്ങൾ മനസ്സിലാക്കി
നന്നായി ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം. നമ്മളിൽ എല്ലാവരിലും ഓവർ തിങ്കിങ് ഉണ്ട്. ഈ ഓവർ തിങ്കിങ് ഒരു പോസിറ്റീവ് ഓവർ തിങ്കിങ് ആക്കി മാറ്റിയെടുക്കാൻ നമ്മൾ വിചാരിച്ചാൽ മാത്രമേ, അതിന് മറ്റുള്ളവർ നമ്മളെ വഴക്കു പറഞ്ഞു അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ടോ കാര്യമില്ല. നമ്മുടെ മൈൻഡിനെ നമ്മളെ തന്നെയാണ് മൈൻഡിനോട് പറഞ്ഞ് ചെയ്യേണ്ടത്. അത് നമ്മൾ നമ്മുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. അല്ലാതെ നമ്മളിത് ഇങ്ങനെയായിപ്പോയി, എൻ്റെ ലൈഫ് ഇങ്ങനെയായിപ്പോയി എന്ന് പറഞ്ഞ് നിരാശയിലൂടെ പോവുകയല്ല വേണ്ടത്. ഗോഡ് നമുക്കൊരു ലൈഫ് തന്നത് വളരെ എൻജോയബിളായി മുന്നോട്ട് പോകാൻ വേണ്ടിയാണ്. അവിടെ നമുക്ക് എന്തൊക്കെ തടസ്സങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായാലും നമ്മളത് പോസിറ്റീവായിട്ട് ഫേസ് ചെയ്യും, നമ്മളത് സോൾവ് ചെയ്യും. എൻ്റെ ഈ ലൈഫിൽ ഞാൻ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവും. എനിക്ക് ഗോഡ് തന്ന ഈ സൗകര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവും എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടി എല്ലാവർക്കും അവരുടെ ലൈഫ് സുഖകരമായി സന്തോഷകരമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ. അത് നമ്മുടെ മെന്റലി ഫിസിക്കലി ഒക്കെ നമുക്കൊരു പോസിറ്റീവ് ഫീലിംഗ് തരികയും അത് കൂടുതൽ പ്രൊഡക്റ്റീവായ കാര്യങ്ങൾ ചിന്തിച്ച് നമ്മുടെ ലൈഫ് കൂടുതൽ ബെറ്റർ ആക്കാനും മെറിറ്റാക്കാനും നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. So, thank you so much.